നമ്മുടെ രാജ്യത്ത് നടന്ന 70,000 കോടി രൂപയുടെ സ്കാമിനെ പറ്റി നിങ്ങൾക്കറിയാമോ? 70,000 കോടി രൂപയുടെ ബിരിയാണി സ്കാം. നമ്മുടെ മഞ്ഞ ചാനലുകൾ ഒന്നും ഇത് പറയില്ല. കാരണം അവരുടെയൊക്കെ അടുപ്പ് പുകയുന്നത് ഞമ്മൻ്റെ ആൾക്കാരുടെ കാശ് കൊണ്ടാണല്ലോ. ഇനി ഈ ബിരിയാണി സ്കാം എങ്ങനെ നടന്നു എന്ന് പറയാം. ഹൈദരാബാദ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന NIA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെക്കിങ്ങിലാണ് 15,000-ഓളം GST അക്കൗണ്ടുകൾ ടാക്സ് വെട്ടിക്കുന്നതായി കണ്ടെത്തിയത്. ഇതിൽ 3 മെയിൻ ബിരിയാണി റെസ്റ്റോറൻറ്റുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 70,000 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി. 70,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര ബജറ്റിന് തുല്യമാകുന്നുണ്ട്. ഈ 3 റെസ്റ്റോറൻറ്റുകളും ഞമ്മൻ്റെ ആളുകളുടെയാണ് എന്നതാണ് സത്യം. എങ്ങനെയാണ് ഇവർ ഈ പണം മുക്കിയത് എന്ന് വെച്ചാൽ, ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന കുറച്ചു പേരെങ്കിലും ക്യാഷ് കൊടുത്തായിരിക്കും ബില്ലടയ്ക്കുക. ബാക്കിയുള്ളവർ UPI ട്രാൻസാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയവർക്ക് ബില്ല് കൊടുത്ത ശേഷം ആ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പണത്തിന് നികുതി കൊടുക്കേണ്ടി വരുന്നില്ല. ഇതിനുവേണ്ടി റെസ്റ്റോറൻറ്റ് ഉടമകൾ ഒരുപക്ഷെ 2 ടൈപ്പ് എൻട്രി ഉപയോഗിച്ചിരിക്കാം. UPI ട്രാൻസാക്ഷൻ വഴി വരുന്ന തുക എല്ലാം ബാങ്കിൽ റെക്കോർഡായതിനാൽ അതിനെല്ലാം ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ ക്യാഷ് ഇടപാടുകൾക്ക് അത് ബാധകമല്ല. ഇങ്ങനെ കിട്ടുന്ന പണം പിന്നീട് രാജ്യത്തിലുടനീളം പലതരത്തിലുള്ള തീവ്രവാദ ഇടപാടുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യ ഗവൺമെൻറ് വിദേശത്തു നിന്നും ഉള്ള കള്ളപ്പണ ഒഴുക്കിനെ നിയന്ത്രിച്ചപ്പോൾ ഇവർ മറ്റ് പല വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തകത്ത് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് നോക്കുന്നു. വിദേശത്തു നിന്നും വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, മറ്റ് വിദേശ സാധനങ്ങൾ എല്ലാം തന്നെ കാശിന് പകരം കണ്ടെയ്നറുകളിൽ അവിടുന്ന് ഫ്രീ ആയി കയറ്റി അയക്കുകയാണ്. അത് ഇവിടുത്തെ മാർക്കറ്റിൽ ചെറിയ ചെറിയ കടകൾ ഓപ്പൺ ചെയ്ത് ബില്ലിങ്ങും GSTയും ഇല്ലാതെ വിറ്റഴിക്കുന്നു. എന്നിട്ട് അത് പണമാക്കി മാറ്റുന്നു. ഈ പണം സുഖമായി അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും രാജ്യത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇവയെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇടപെടുന്നവരെ ഒന്നായി പൂട്ടുകയും ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.